ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 8-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 8-ാം അധ്യായത്തിലെ യഹോവയായ ദൈവം മോശെ മുഖാന്തരം പറയുന്നു, മരുഭൂമിയിൽ ദൈവം നിങ്ങളെ പരീക്ഷിച്ചതും അല്ലെങ്കിൽ നിയമങ്ങളെ നിങ്ങൾക്ക് നൽകിയതും നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുമോ എന്നറിയുന്നതിനും നിങ്ങൾ ദീർഘായുസ്സോടുകൂടി ഇരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടതിനുമാണ്. അവർ എളിമപ്പെടുവാൻ വേണ്ടിയാണ് ആ കൽപ്പന ആ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് യഹോവയായ ദൈവം ഇവിടെ അവരോട് മോശെ മുഖാന്തരം അരുളി ചെയ്യുന്നു. മരുഭൂമിയിൽ ദൈവം അവരുടെ പിതാക്കന്മാരെ വിശപ്പിച്ചത് ദൈവത്തിന് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരു കാര്യം ദൈവം അവരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് മോശെ ഇവിടെ പറയുകയാണ്. എന്തുകൊണ്ട് അവരെ വിശപ്പിച്ചു? അവരറിഞ്ഞിട്ടില്ലാത്ത, വിതച്ചിട്ടില്ലാത്ത, കൊയ്തിട്ടില്ലാത്ത മന്നാ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനാണ്. അത്ഭുതകരമായ മന്നാ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുമെന്നും അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന്. അപ്പോൾ ആ അനുഭവങ്ങളിലൂടെയാണ് ദൈവം അവരെ ദൈവികമായ സ്നേഹം അവരെ പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട സംഭവം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കല്ലപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞ പിശാചിനോട് കർത്താവ് പറഞ്ഞ മറുപടി ഈ ആവർത്തന പുസ്തകത്തിലെ വാക്യമാണ്, മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ദേവാലയ അഗ്രഹത്തിൽ നിന്ന് താഴേക്ക് ചാടി നിന്റെ ശക്തി നീ തെളിയിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് യഹോവയായ ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പിശാചിനോട് പറഞ്ഞത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. മലമുകളിൽ കൊണ്ടുപോയി ഭൂമിയിലുള്ള സകല അധികാരങ്ങളും സമ്പത്തുകളും കാണിച്ച് എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്ന കർത്താവ് പറഞ്ഞ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. ഇപ്പോൾ കർത്താവ് ഈ പുസ്തകം വായിച്ചിരുന്നുവെന്നും നന്നായി പഠിച്ചിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ ശാസ്ത്രി പരീശന്മാരോട് യേശുവിന് തർക്കിക്കാനും അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാനും കർത്താവിന് സാധിച്ചത് താൻ നന്നായി ഇത് പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ വായിക്കുന്ന ഈ ആവർത്തന പുസ്തകം നമ്മുടെ കർത്താവ് നേരത്തെ വായിച്ച് പഠിച്ചിരുന്നു. നമുക്കും അത് വായിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവ് പിശാചിനെ അതിജീവിച്ചതുപോലെ പൈശാചിക പ്രകോപനങ്ങളെ പരീക്ഷകളെ അതിജീവിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കേണ്ടതാണ്. ഇതിന് യഹോവയായ ദൈവം പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ ഒരു വശത്ത് വിശപ്പിച്ചെങ്കിലും മറുവശത്ത് എങ്ങനെയാണ് ദൈവം അവരെ സംരക്ഷിച്ചത്? അവരോട് പറയുന്നു, ഈ 40 വർഷം നിങ്ങൾ ഈ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ വസ്ത്രം അത് ജീർണിച്ചു പോയില്ല, അവരുടെ കാലിന് നീര് വന്നതുമില്ല. അപ്പം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവർ ധരിച്ച ഒരു ജോഡി വസ്ത്രമാണ്. 40 വർഷം ആ ഒരു ജോഡി വസ്ത്രം അവർക്ക് ധരിക്കുവാനുള്ള അവസരം ദൈവം കൊടുത്തു. കാരണം മരുഭൂമിയിൽ വെച്ച് വസ്ത്രം കീറിപ്പോയിരുന്നാൽ അവിടെ മറ്റ് തുണി വാങ്ങാനുള്ള സംവിധാനങ്ങളില്ല. അത് കീറിപ്പോയാൽ അത് തയ്ക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും മരുഭൂമിയിലില്ല. അവർ നഗ്നരായി നടക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ദൈവം 40 സംവത്സരം വസ്ത്രം ഇത് കീറാതെയും 40 വർഷം അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് കാലിന് നീര് വെക്കാതെയും അവരെ സംരക്ഷിക്കുകയാണ്. ഇതിൽ പറയുകയാണ്, ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ യഹോവയായ ദൈവം നിങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നുവെന്ന് മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം.
ഒരപ്പൻ മകന് കൊടുക്കുന്നത് ഭക്ഷണം മാത്രമല്ല, ശിക്ഷണവും അത് കൊടുക്കും. ആ ദൈവസ്നേഹത്തെ, ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഓരോ ശിക്ഷണത്തിൻ്റെ അനുഭവങ്ങളെന്നും നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്നാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്തിനാണ്? കൊള്ളാവുന്നവനായിട്ട് അവൻ തെളിയാനാണ്. എന്തിനാണ് അങ്ങനെ അവൻ കൊള്ളാവുന്നവനായി അവന് തെളിയുന്നത്? കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കാനാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് ശ്ലീഹ പറയുന്നു, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ നീ മുഷിയരുത്. താൻ അപ്പൻ സ്നേഹിക്കുന്ന ഏത് മകനെയും താൻ തല്ലുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുള്ള വലിയ തിരിച്ചറിവ് ഇവിടെ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, ദൈവത്തിന് സ്നേഹമുള്ളവരെ താൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതൊക്കെ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ളതായ സന്ദർഭങ്ങളിൽ അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായി അതിനെ കാണുവാൻ നമുക്ക് ഇടയാകണം. അതോടുകൂടെ പറയുന്നു, ഒരു വശത്ത് നിങ്ങളെ ദാഹിപ്പിക്കുകയും വിശപ്പിക്കുകയും ചെയ്തപ്പോൾ മറുവശത്ത് വസ്ത്രം കീറാതെയും കാലിന് നീര് വെക്കാതെയും ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ യഹോവയായ ദൈവം നിങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നുവെന്ന് മനസ്സിൽ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുക. ഇനി അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് വലിയ മുന്നറിയിപ്പ് യഹോവയായ ദൈവം ഇവിടെ നൽകുകയാണ്. നിങ്ങൾ ചെല്ലുന്നതായ സ്ഥലത്ത് വലിയ സമൃദ്ധിയുടെ അനുഭവം നിങ്ങൾക്കുണ്ട്. മലമുകളുകളും താഴ്വരകളും അരുവികളും ഫലങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നിങ്ങൾ എന്നെ മറന്നു പോകുവാനിടയായിട്ട് തീരരുത്. ദൈവം നിങ്ങളെ മിസ്രയീമിൽ നിന്ന് അടിമത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച ദൈവത്തെ നിങ്ങൾ ഒരിക്കലും മറക്കുവാനിടയായി തീരരുത്. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ എപ്പോഴൊക്കെ സമൃദ്ധി ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെയാണ് മനുഷ്യൻ അഹങ്കാരികളും ദൈവത്തെ മറക്കുന്നവരുമായിട്ട് മാറുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓരോ സമൃദ്ധിയും വരുമ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കുകയല്ല, ദൈവത്തിൽ നിന്ന് അകലാനാണ് സാധ്യത പലപ്പോഴും ഇത് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണെന്നു എന്ന് കർത്താവ് പറയാനുള്ള കാരണം അത് തന്നെയാണല്ലോ. നോഹയുടെ ജീവൻ തന്നെ നോക്കുക. ദൈവത്താൽ വിളിക്കപ്പെട്ട് പേടകം പണിയുന്നതായ സമയത്ത് അദ്ദേഹം വളരെ തീക്ഷ്ണവാനായി അതൊക്കെ ചെയ്തു. എന്നാൽ അദ്ദേഹം ആ പെട്ടകത്തിൽ നിന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹം മുന്തിരി നട്ട് അത് വീഞ്ഞു കുടിച്ച് അദ്ദേഹം ഇത് മദ്യപിച്ച് ബോധരഹിതനായി തീരുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം അദ്ദേഹം ആ 40 ദിവസം ആ പെട്ടകത്തിലായിരുന്ന ആ സമൂഹത്തെയൊക്കെ രക്ഷിച്ച് വിജയശ്രീലാളിതനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് തന്നെ ഒരുപക്ഷെ മാറ്റം സംഭവിച്ചിരിക്കാം. ഇതുപോലെ തന്നെ നമുക്കറിയാം ദാവീദിൻ്റെ കാര്യം നമ്മൾ നോക്കുക. അദ്ദേഹം ശൗലിനെ ഭയപ്പെട്ട് ഗുഹകളിലൂടെ ഓടി നടന്ന സമയത്ത് ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിന് ശക്തമായ ബന്ധമുണ്ടായി. എന്നാൽ രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പിന്നീട് സംഭവിക്കുക? ബേർശേബയുടെ ഭാര്യ ഊരിയാവിൻ്റെ ഭാര്യ ബേർശേബയിൽ മോഹമുണ്ടാവുകയും അവളെ സ്വായത്തമാക്കുവാൻ തക്കവണ്ണം ആ ഊരിയാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നായകനെ അദ്ദേഹം അവിടെ വധിക്കുകയും ചെയ്യുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതേസമയം അദ്ദേഹം യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വലിയ സമ്പന്നനായപ്പോൾ അത് നേരത്തെ അങ്ങനെയാണ് സംഭവിക്കുക. ശലോമോൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴും ധാരാളം സമ്പത്തും ജ്ഞാനവും സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹവും ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ യഹോവയായ ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്ന വചനം ഇതാണ്: മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹവും ഇപ്പോൾ ഞാൻ ഓർക്കുന്നുവെന്നാണ്. മരുഭൂമിയിൽ അവർക്ക്
സ്വന്തമായിട്ട് ദേശമില്ല, വിതയില്ല, കൊയ്ത്തില്ല, ഒന്നുമില്ല. അന്ന് നിനക്ക് എന്നോട് സ്നേഹമായിരുന്നു. മുഴുവൻ ആശ്രയവും ദൈവത്തിൽ നീ വെച്ചു. എന്നാൽ കനാനിൽ വന്ന് സ്ഥിരതാമസമായപ്പോൾ വസ്തുവകകളും ആടുമാടുകളും വ്യവസായങ്ങളുമായി ദൈവത്തെ നിങ്ങൾ മറക്കുകയാണ്. നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്നതായ ഓരോ ദാരിദ്ര്യവും ദൈവമനുഷ്യ ബന്ധത്തിന് ഏറ്റവും ശക്തമാണ്. അത് ശാരീരിക തലത്തിലായാലും മാനസിക തലത്തിലായാലും എല്ലാം രോഗങ്ങളായാലും കഷ്ടങ്ങളായാലും എല്ലാം ദാരിദ്ര്യങ്ങളും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവം തരുന്ന ഒരു മുഖാന്തരമായി അവയെ കാണുവാനും ബന്ധം ശക്തമാക്കുവാനും നമുക്ക് കാരണമായിട്ട് തീരേണ്ടതാണ്. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നതിനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.